കണ്ണൻകുട്ടി ഇവിടെ പാട്ട് പാടാൻ വന്നിട്ടുണ്ട് കേട്ടാ. കണ്ണൻ പാട്ട് പാടിയടാ, പാട്ട് പാടിയടാ കണ്ണാപ്പിയെ, പാടോ? എവിടെ ഇരുന്നിട്ട് പാട്ട് പാടാറ്? പാട്ട് പാടണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ പറ്റില്ല, ഞങ്ങൾക്ക് അവിടെ ഇരിക്കണം, എന്നാലേ ഞങ്ങൾക്ക് പാട്ടൊക്കെ വരുള്ളൂ. പാട്ട് പാടോ? കണ്ണനപ്പൊ കണ്ണനിത് ലൂസുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് വലിയ സ്റ്റൈല് കാണിക്കാനായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്നത്. പക്ഷെ ഉടുപ്പ് ലൂസുണ്ട്. ഞങ്ങള് വണ്ണം വെച്ച് ഉണ്ടമണിയാവൂല കണ്ണപ്പിയെ, ഉണ്ടമണിയാവോ? എന്താ ഉറക്കുന്നിരിക്കുന്നു നീ? കണ്ണനപ്പം ഇന്ന് ചിലപ്പോൾ ഇരുന്ന് വീഡിയോയുടെ ഇടയിലൊക്കെ ഇരുന്ന് ഉറങ്ങൂട്ടാ. അവനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കും, കണ്ണാപ്പി അവിടെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങും അല്ലേ. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉച്ച സമയത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഉച്ച സമയത്ത് എടുക്കുന്ന വീഡിയോയിലാണ് കണ്ണാപ്പി ഇരുന്ന് ഉറങ്ങാറുള്ളത്. അമ്മ ഇരുന്ന് സംസാരിച്ചോളല്ലോ എന്ന് കരുതിയിട്ട് കണ്ണാപ്പി ഇരുന്ന് ഉറങ്ങും. ഹായ്, എല്ലാരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്വാതിയാണ് കേട്ടോ. കൂടാരല്ലേ? കുഞ്ഞു കണ്ണനുണ്ട്. അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നതേ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഒരു സാധനം കാണിച്ചു തരണം, കുറച്ച് കാര്യങ്ങൾ പറയണം അല്ലേ കണ്ണാ? എന്ത് സാധനം കാണിച്ചു കൊടുക്കണേ? അതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്ക. അതും കാണിച്ചു കൊടുക്കണം, പിന്നെ ഏതാ കാണിച്ചു കൊടുക്കണ്ടേ? ഞങ്ങൾ അതിന് കാണിച്ചു തരാം എന്താന്ന്. അപ്പോൾ ഇത് ഈ ഒരു ഫോട്ടോയാണ് അല്ലേ കണ്ണാപ്പിയെ? കാണും അവർക്ക് അതില് കാണുന്നുണ്ടാവോ കണ്ണ? അമ്മ ഇങ്ങനെ പിടിക്കട്ടെ, നീ പിടിക്ക്, കണ്ണനും പിടിക്ക്, ഒന്ന് പിടിക്ക്, അമ്മനൊന്ന് സഹായിക്ക് കണ്ണാ, നീയേ ഒന്ന് സഹായിക്കടാ. പിടിക്ക്. അതന്നെ, ഒന്ന് പിടിച്ചേ. ഒക്കെ പൊന്തണില്ലേ കണ്ണോ, കൈ കൊണ്ട് പൊക്കാൻ പറ്റില്ലടാ. ഒന്ന് പിടിക്കട കണ്ണാ, ഒന്ന് പിടിക്ക് കണ്ണാപ്പി, നമ്മുടെ കൈ വേനെടുക്കണേ. അയ്യോ, കൈ വേനെടുക്കണ, ഒന്ന് പിടിക്കടാ, ഒന്ന് പിടിക്കുന്നമ്മേ. ഷോ, എന്റെ കൈ പൊടിഞ്ഞു പോകുന്നു, ഒന്ന് പിടിക്കേ. പാവല്ലേടാ അമ്മ, ഒന്ന് പിടിച്ചേടാ, എന്നാ പിടിച്ചേ. പിടിക്ക്. അപ്പൊ ഇതേ ഒരു ചേച്ചി നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോടുന്ന്. അപ്പൊ ആ ചേച്ചി കൊണ്ടുവന്നാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല വലുപ്പത്തിലും ഉണ്ട്. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ ലാമിനേറ്റ് ചെയ്തതാന്ന് തോന്നുന്നു. കണ്ണൻ്റെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ ഇതിലുണ്ട് അല്ലേ കണ്ണ? കല്യാണിക്ക് അപ്പൊ പരാതി, അമ്മയും കണ്ണൻ ചേട്ടനും മാത്രമേ ഉള്ളൂല്ലോ ഇതില്, കല്യാണി ഇല്ലല്ലോ എന്ന്. അപ്പൊ അവളെയാണെങ്കിൽ വീഡിയോ എടുക്കുന്നിടത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഓടും. അവളപ്പോ അപ്പോഴേക്കും എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് പിടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ കേട്ടാ. അപ്പൊ എന്നിട്ട് അവള് പരാതി പറയണ, അമ്മയും കണ്ണൻ ചേട്ടനും അമ്മയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പിടിക്കണ്ട, കൈ കഴിച്ചിട്ട് ഇന്നിപ്പോ കൈയൊക്കെ ഒടിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. ഇവിടെ ഒരു ആൺകുട്ടി ചെക്കൻ ഉണ്ടായിട്ട് ഇതൊന്ന് പിടിച്ചു തരാനോട് ആളില്ലാന്ന്. അതന്നെ, അങ്ങനെയാണ് ആൺകുട്ടികള്. പിടിച്ചോ. നല്ല ഇഷ്ടായില്ലേ കണ്ണനത്? കണ്ണത്തി നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്? നല്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇവിടെ ചമരില് തൂക്കിയിട്ടേക്കായിരുന്നു. അപ്പൊ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാ. കണ്ണന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നിങ്ങളെല്ലാരും കണ്ടില്ലേ, എന്റെ കൈയും കഴിച്ചു തുടങ്ങി. ഞാൻ കണ്ണനെ പറ്റിക്കാൻ പറഞ്ഞതല്ല, കുറെ നേരം അങ്ങനെ പിടിച്ചപ്പോ എന്റെ കൈയും കഴിച്ചു തുടങ്ങി അല്ലേ കണ്ണ? നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പൊ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു.
ആ ഒരു ഫോട്ടോ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ചേച്ചി കോഴിക്കോട് നിന്ന് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ബസ്സിൽ തൃശ്ശൂർക്ക് വന്നിട്ട് വീടൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കുറേയൊക്കെ കറങ്ങി ചുറ്റി അടിച്ച് വന്ന് നമ്മളെ കണ്ടിട്ട് പോയതാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. കുറേ പേർക്ക് നമ്മളിങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ അറിയുമ്പോഴേ എന്താ പറയുക, അത് ഇപ്പം നമ്മളിങ്ങനെ ഒരു സാധാരണക്കാരായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയധികം നമുക്കത് വലിയ സ്പെഷ്യലായിട്ടൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇത്തിരിയും കൂടെ എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതൊന്നും അത്ര വലിയ കാര്യമാക്കി എടുക്കില്ലായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ടൊക്കെ നമുക്ക് അങ്ങനെ എന്താ പറയുക, ഒരുപാട് പേര് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നതൊന്നുമല്ല, അതിലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. വേണ അതവിടെ വെച്ചാട്ടോ. ഇതിരിക്കുന്നുണ്ട് പിടിച്ചോ. കണ്ണൻ അങ്ങനെയൊക്കെ ആട്ടോ. കയ്യിലെന്തെങ്കിലും കിട്ടിയ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട പിന്നെ അത് എടുത്ത് നീക്കി വെക്കുന്നതോ ഒന്നും കണ്ണന് ഇഷ്ടമല്ല. കണ്ണൻ പിന്നെ അത് എപ്പോഴും ഇങ്ങനെ എടുത്ത് വേണം അല്ലേ കണ്ണ? പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം ഒന്ന് കാണിച്ചു കൊടുത്തേ. രണ്ടാമത്തെ കാര്യം അവിടെ ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വെക്കട്ടെ, ഇവിടെ ഇരുന്ന് കണ്ടോട്ടാ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് ഞാനും കണ്ണനാണല്ലോ കൂടുതൽ നമ്മുടെ ചാനലിന് വേണ്ടി ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനും കണ്ണനും കൂടെ ഞങ്ങൾക്ക് കിട്ടിയ പൈസ കൊണ്ട് ഞങ്ങളിന്ന് പോയിണ്ടായിരുന്നു. ടൗണിൽ പോയിട്ട് അച്ചാച്ചനും അമ്മാമ്മയ്ക്കും മാമനും അച്ഛനും അമ്മയ്ക്ക് വാങ്ങിയാന്നടാ നീ ഉടുപ്പ്. നിനക്ക് പൈസയൊക്കെ കിട്ടിയപ്പോൾ നിനക്ക് അമ്മനെ വേണ്ടാണ്ടായ? അല്ല പണിയും ചെയ്യാൻ ഞാൻ വേണല്ലേ? യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്നെ വേണ്ടാണ്ടായ? ഇല്ല കേട്ടാ, എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ഇന്ന് രാവിലെ അച്ഛൻ വന്നപ്പോഴേ അച്ഛൻ്റെ കൂടെ ഞാൻ പോയി. അച്ഛൻ ടൗണിലാണല്ലോ, കൊടകരയാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ കല്യാണിനെ അംഗനവാടിയിൽ വിട്ടിട്ട് ഞാനും കണ്ണനും കൂടി പോയെങ്കിൽ കണ്ണനെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയമായിരുന്നു. അപ്പോൾ നമ്മൾ കൊടകര പന്തലുകാരൻ്റെ അടുന്ന് പോയിട്ട് എടുക്കാറ് അങ്ങനെയൊക്കെ. അപ്പോൾ പോയില്ലേ ഇന്ന്? അപ്പോൾ അവിടെ പോയപ്പോഴാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ആദ്യം ഇപ്പം നമ്മൾ സ്ഥിരം പോകുന്ന കടയൊക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പം നമ്മളെല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും കണ്ണാന്നൊക്കെ വിളിച്ച് വരലും, പിന്നെ ഞാനാണെങ്കിലും എനിക്ക് ഡ്രസ്സൊക്കെ നോക്കിയപ്പോഴേ ഇട്ടൊക്കെ നോക്കാറുണ്ട് ഞാൻ. എന്താ വെച്ചാൽ വീട്ടിൽ വന്നിട്ട് പിന്നെ അത് മാറ്റാന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഞാനത് ഇട്ട് നോക്കാനാണെങ്കിലും ഡ്രസ്സിങ് റൂമിലേക്കൊക്കെ പോയപ്പോഴാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ചേച്ചിമാരൊക്കെ വന്നിട്ട് കണ്ണനെ എടുക്കാനായിട്ട് അതോ മത്സരവും പോലെയായിരുന്നു കേട്ടോ. എല്ലാവരും എടുത്ത് അങ്ങനെയൊക്കെ. അപ്പം ഞാൻ തന്നെ പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നിയില്ല. അങ്ങനെ ഞാനും കണ്ണാപ്പിയും കൂടെ പോയിട്ട് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ കണ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണൻ വലിയൊരു സ്റ്റാറാണ് ശരിക്കും പറഞ്ഞപ്പോൾ. 8 വയസ്സിൽ കണ്ണൻ്റെ സ്വന്തം വരുമാനം കൊണ്ട് കണ്ണൻ എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തേക്കാം. ഇനി കണ്ണന് ലൈഫിൽ അങ്ങോട്ട് ജീവിക്കാനുള്ളതും കണ്ണൻ്റെ മരുന്നിനുള്ളതും കണ്ണൻ്റെ ചികിത്സയ്ക്കുള്ളതൊക്കെ കണ്ണൻ ഉണ്ടാക്കും. അമ്മ കൂടെ ഉണ്ട് അല്ലേ കണ്ണ? അമ്മ കൂടെ ഉണ്ട്. അപ്പോൾ കണ്ണൻ ഉണ്ടാക്കും അതിനുള്ളതൊക്കെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് മാത്രം മതി, സ്നേഹം മാത്രം മതി. ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നൊക്കെ നല്ലൊരു വിശ്വാസമുണ്ട് അല്ലേ കണ്ണ? അല്ലേ കണ്ണ? അല്ലേ കുഞ്ഞിക്കണ്ണ? അതെ. അപ്പോൾ നമ്മുടെ മക്കളുടെ കൂടെ നമ്മളെ അമ്മമാര് അവർക്കൊരു താങ്ങും തണലായിട്ട് എന്തിനും കൂടി ഉണ്ടെങ്കിൽ അവർ വിജയിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അമ്മമാരല്ല പാരൻസ്, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും. ഇപ്പം എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന സമയത്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയൊക്കെ അവരെന്നെ പറയും പഠിച്ച് അതാവണം എന്നൊക്കെ. പക്ഷേ എൻ്റെ അടുത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്നോടാണെങ്കിലും ചേട്ടനോടാണെങ്കിലും അച്ഛനമ്മ അവർക്ക് അറിയില്ല ഏത് രീതിയിലേക്ക് മക്കളെ വിടണം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് എന്ത് പഠിപ്പിക്കണം. അതൊക്കെ അപ്പം അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം, എത്ര ചിലവാണെങ്കിലും നമ്മളത് ചെയ്യാം, അങ്ങനെ പറയാനേ അവർക്ക് അറിയൂ. പക്ഷെ നമ്മൾ ഏത് റൂട്ടിലേക്ക് തിരിച്ചു വിടണം എന്നുള്ളതൊന്നും അവർക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് അവർ പണ്ട് കാര്യമില്ല, അവർക്ക് അതിനെപ്പറ്റി വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പാരൻസ്, ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എൻ്റെ മക്കൾക്ക് ഞാനൊരു ലക്ഷ്യമുണ്ടാക്കി കൊടുക്കണം, മോളെ അത് ചെയ്യണം കേട്ടോ, അങ്ങനെ ആയി കഴിഞ്ഞാൽ നല്ലതാണ്, അതൊക്കെ ആ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതാണ്, അപ്പം നമുക്ക് അത് എയിം വെച്ചിട്ട് നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കണ്ണനെ ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു വലിയൊരു വഴിയാണത് അല്ലേ. അപ്പം
നമ്മുടെ പാരൻസ് ഒരു വഴിക്ക് തിരിച്ചു വിടണം കുട്ടികളെ. അപ്പോൾ ഇത് നമ്മൾ കണ്ണൻ്റെ പേരിൽ നിന്നാണെങ്കിലും ഒരുപാട് ഹാർഡ് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ണൻ്റെ ഇപ്പോൾ സാധാരണ ഒരു കുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് അവനെ പഠിപ്പിച്ച് അവൻ്റെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇനിയിപ്പോൾ അത് പറ്റില്ല എന്നൊന്നല്ലേട്ടാ ഞാൻ പറയുന്നത്. ഇവൻ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ആയിക്കഴിഞ്ഞ് ചിലപ്പോൾ സാധാരണ കുട്ടികളെ പോലെ ആവാൻ പറ്റിയില്ലെങ്കിൽ പോലും അവന് അവൻ്റേതായ ഒരു കഴിവ് എന്തായാലും ഈശ്വരൻ എന്തെങ്കിലും രീതിയിൽ അവനുണ്ടായിരിക്കും. അവന് ഇപ്പം ഞാൻ കണ്ടുവന്നിരിക്കുന്ന കഴിവ് വന്നിട്ടാന്നറിയോ കണ്ണാ? എല്ലാവരും ചിരിച്ച് മയക്കുന്നുണ്ട് അല്ലേ കണ്ണാ? അതാണ് കണ്ണൻ്റെ ഏറ്റവും വലിയ കഴിവ്. കണ്ണൻ എല്ലാവരും ചിരിച്ച് മയക്കി കയ്യിലെടുക്കൂ. എല്ലാവരുടെയും സ്നേഹം സമ്പാദിക്കാനായിട്ട് കണ്ണനറിയാം. കണ്ണൻ എല്ലാവരോടും സ്നേഹമാണ്. എല്ലാവരും ആരോടും അങ്ങനെ ഒരു എന്താ പറയുക, ചില കുട്ടികളില്ലേ പെട്ടെന്ന് ഒരാളെ കാണുമ്പോഴേക്കും കരഞ്ഞ് അപ്പം അവർക്ക് എന്ത് തോന്നും, അയ്യോ കുട്ടീനെ തൊടണ്ട അങ്ങനെ തോന്നും. ആ കുട്ടി കരഞ്ഞാലോ അങ്ങനത്തെ ഒരു ഇതിൽ തോന്നും. പക്ഷെ കണ്ണാപ്പി അങ്ങനെയല്ല. കണ്ണാപ്പിക്ക് ഇപ്പോഴുള്ളൊരു കഴിവ് എല്ലാവരും കയ്യിലെടുക്കുന്നുണ്ട്. അല്ല കടയിലൊക്കെ ചെന്നിട്ട് ഇന്നിപ്പോൾ തുണിക്കടയിലൊക്കെ ചെന്നിട്ട് എല്ലാവരും മാമന്മാരെയും ആൻറ്റിമാരെയും ഒക്കെ ചിരിച്ച് കയ്യിലെടുത്തു കണ്ണൻ. കണ്ണൻ ഇപ്പം ഉള്ളൊരു കഴിവ് അതാണ്. ഇനി എനിക്ക് തോന്നുന്നു അവൻ സംസാരിക്കാനും കേൾക്കണം. ഞാൻ പാട്ടിനോട് ഭയങ്കര ഒരു ക്രൈസാണ്. അപ്പം എന്തെങ്കിലും അവൻ്റെ വായിന്ന് ഒരു ചെറിയ ചെറിയ സൗണ്ടുകൾ വന്നാൽ പോലും അവനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം. അതൊക്കെ എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹങ്ങളാണ്. നമ്മൾ ആഗ്രഹിച്ചെല്ലാം നടക്കുന്നേ. നമ്മൾ കുറേ ആഗ്രഹിക്കുക, അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കും അല്ല കണ്ണാപ്പിയെ? പിന്നെ എൻ്റെ കണ്ണൻ്റെ കൈയൊക്കെ ശരിയായ ഞങ്ങൾ പടമൊക്കെ വരയ്ക്കും. അമ്മ പഠിപ്പിച്ചു തരാട്ടെ പടം വരയ്ക്കാൻ. അമ്മയ്ക്ക് അധികമൊന്നും അറിയില്ല, അതെല്ലാം അറിയണ പോലെ ഇങ്ങനെ പൂവ്, വീട്, മരം ഒക്കെ വരച്ച് പഠിപ്പിച്ചിട്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഞങ്ങളിന്ന് പോയി ഡ്രസ്സൊക്കെ എടുത്തു. അച്ചാച്ചനും അമ്മയ്ക്കും മാമനും അച്ഛനും എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ അതൊക്കെ കൊണ്ടു കൊടുക്കും കേട്ടോ. കണ്ണാപ്പിയുടെ കൈ കൊണ്ടാണ് അവർക്ക് അതൊക്കെ കൊടുക്കുക. അവരുടെ എല്ലാവരുടെയും അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ കണ്ണന് വേണം അല്ല കണ്ണാപ്പിയെ? അതാണ് നമുക്കിപ്പോൾ ഇല്ലായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വേണമെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റിൽ നിന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കാം. പക്ഷെ ഞാൻ അതല്ല, നമുക്ക് എല്ലാവരുടെയും അനുഗ്രഹം വേണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾക്ക് ആദ്യമായിട്ട് കിട്ടിയ വരുമാനം കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ കരുതിയത് അല്ലേ കണ്ണാപ്പിയെ? അല്ലേ കണ്ണാപ്പി? പിന്നെ ഇല്ലായ്മ എന്നൊക്കെ പറയുന്നതേ അതൊക്കെ ഒരു എല്ലാത്തിനും ഇപ്പം നമ്മൾ പറയില്ലേ, ഒരിറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ കഠിനമായിട്ട് പ്രയത്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും ഉണ്ടാവുന്നേ. അതിപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ കൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുക കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഇല്ലായ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നൊന്നും പറയുന്നത് അതൊന്നും പെർമനൻ്റ് അല്ല. അതൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം മാറിക്കിട്ടും. ആ ഒരു പ്രതീക്ഷയിൽ ജീവിക്കുക. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞാലേ ആളൊക്കെ എപ്പോഴും ഇല്ല നമ്മളെ കൊണ്ടൊന്നും അത് സാധിക്കില്ല, നമുക്കത് പറ്റില്ല. ആളെപ്പോഴും എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ ആളുടെ ലൈഫിൽ ഇത്ര നാളും ആൾക്കൊരു ഉയർച്ച ആൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ആളുടെ അടുത്ത് പറയും, ചേട്ടാ അങ്ങനെ വിചാരിക്കല്ലേ, ഇപ്പോൾ ഒരു 100 രൂപയുടെ കാര്യമാണെങ്കിൽ പോലും ആൾ പറയും അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല, അതൊന്നും നമുക്കതൊന്നും പറ്റില്ല, നമ്മളൊക്കെ സാധാരണക്കാരെ, നമുക്കതൊന്നും ആൾ ആ ഒരു മൈൻഡിലാണ് എല്ലാ കാര്യങ്ങളും കാണുക. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, ചേട്ടാ അങ്ങനെ വിചാരിക്കല്ലേ, നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കേ അങ്ങനെ പറയും. പക്ഷെ ഇപ്പം ആളും ഞാനിങ്ങനെ പറഞ്ഞ് ഇപ്പം ആളും ആ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ആൾക്ക് കുറേ ചേഞ്ച് വന്നതായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. ലാസ്റ്റത്തെ കാര്യം ഞങ്ങൾ പറയാൻ പോവാ അല്ല കണ്ണാ? ലാസ്റ്റത്തെ കാര്യം നീ അവിടെ നോക്കിയിരിക്കുക കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞു വന്നിട്ട് അവൻ ടേബിളിൽ ബുക്കൊക്കെ നോക്കിയിരിക്കുക. പോയിരുന്ന് പഠിച്ചോ? അപ്പോൾ രാവിലെ തൊട്ടേ ഇപ്പം ഈ വീഡിയോയിലിരുന്ന് ഞാൻ സംസാരിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് കണ്ണൻ്റെ അടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് ചില സമയത്ത് എനിക്ക് ബ്രീത്തിങ്ങിനൊക്കെ നല്ല ഇഷ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ചില സമയത്ത് സംസാരിക്കലും കുറച്ച് ഫാസ്റ്റാണ് എൻ്റെ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ വളവളാന്ന് പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് വർത്താനം പറയാൻ വയ്യാണ്ടാവും. അപ്പോൾ ചേട്ടൻ പറയും അതെന്തായാലും നന്നായി, നമ്മൾ തമ്മിൽ അധികം സംസാരിച്ച് ചിലപ്പോൾ തല്ലുവിടും. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത്തിരി എന്താ പറയുക നിങ്ങൾക്ക് റെസ്റ്റ് എടുത്തോ എന്ന് പറയാം എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കാര്യം പറയാം കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ മണ്ണാറശാലയിൽ അമ്മേനെ കാണാനായിട്ട് പോവാ. മണ്ണാറശാലയിലേക്ക് പോവാ.
അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ മണ്ണാറശാലയിലത്തെ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെച്ചത്. അപ്പോൾ എന്താ പറയുക, അതൊരു നിമിത്തം പോലെ തന്നെ നമുക്ക് പഠിത്തന്നെ നമുക്ക് മണ്ണാറശാലയിലേക്ക് പോകേണ്ട ഒരു ഇതുണ്ടായി. അതെന്താ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ഒരു ചേച്ചി കണ്ണൻ്റെ പേരിലാണ് നാഗപൂജയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ നമുക്ക് പോസ്റ്റിൽ അവർ ഇങ്ങോട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു പ്രസാദം ഒന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം മണ്ണാറശാലയിലൊക്കെ പ്രസാദം നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോഴേ ഇറച്ചി മീൻ അങ്ങനത്തെ ഒരു അശുദ്ധി ഒന്നും പാടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ നിന്ന് പറഞ്ഞു 29-ാം തീയതി ശനിയാഴ്ചയാണ് കേട്ടോ കണ്ണൻ്റെ നാളും കൂടിയാന്ന് തോന്നണമെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റുകയാണെങ്കിൽ കുട്ടീനെ ഒന്ന് കൊണ്ടുവന്നോളൂ എന്ന് പറയാൻ പറഞ്ഞു, കാരണം അന്ന് പൂജയാണല്ലോ. അപ്പോൾ മോനവിടെ കൊണ്ടുവന്ന് തൊഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഞങ്ങൾ ബസ്സിനാണ് പോവാറേ. അപ്പോൾ ഇപ്പോൾ കളത്തിനും കൂടെ വലുതായൊക്കെ ഇല്ലേ, ബസ്സിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോകാൻ പറ്റുമില്ല. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ചേട്ടൻ പറഞ്ഞു പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് പോവാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോഴും അച്ഛന് ലീവ് കിട്ടുമെന്നുള്ളതൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ പിന്നെ അവരോട് പറഞ്ഞപ്പോഴും അവരും വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെയൊക്കെ പോവാറുണ്ട് കേട്ടോ, ഹസ്ബൻഡും ഞാനും കണ്ണനായിട്ട് പോവാറുണ്ട്. പക്ഷെ കല്യാണിയും കൂടെയുള്ള കാരണേ കല്യാണിക്ക് എല്ലാത്തിലും ഒരു കുഞ്ഞിക്കുറുമ്പ് കൂടുതലാണല്ലോ, അവളുടെ പ്രായം അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബസ്സിനൊക്കെ പോകുമ്പോൾ 2 ആളായിട്ട് 2 കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴേ ആകെ ഒരു പേടിയുണ്ടായിരുന്നു. അത് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും കൂടെ ചോദിച്ചിട്ടൊന്ന് വരാൻ പറ്റുമോ. അപ്പോൾ പിന്നെ നമ്മൾ ആളുകൾ കൂടുതലാകുമ്പോൾ 2 കുട്ടികൾ കുഴപ്പമില്ല, എല്ലാവർക്കും മാറി മാറിയൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ വെളുപ്പിനൊക്കെ ഉണ്ടാവും, 5 മണിക്കൊക്കെ ഇവിടെ നിന്നുണ്ട്, ആളൂരിൽ നിന്നൊക്കെ ബസ്സുണ്ട്. അപ്പം നമുക്ക് നേരെ ഹരിപ്പാട് ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഓട്ടോ വിളിച്ചോ എന്തെങ്കിലുമായിട്ട് നമുക്ക് അമ്പലത്തിലേക്കൊക്കെ പോവാം എന്ന് കരുതിയിട്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പം എല്ലാവരും പറയാറുണ്ട് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ പറഞ്ഞോളോ, എറണാകുളത്തേക്ക് വരുമ്പോൾ പറഞ്ഞോളോ, പാലക്കാടേക്ക് വരുമ്പോൾ പറഞ്ഞോളോ. അന്ന് നമ്മൾ പറശ്ശിനിക്കടവ് പോകുന്നത് ഞാൻ തലേ ദിവസം പറഞ്ഞിട്ട് കുറേ പേര് നമ്മളെ കാണാനൊക്കെ ആയിട്ടൊക്കെ വന്നില്ലേ. അപ്പോൾ അത് ആ ഒരു റൂട്ടായിരുന്നില്ല പോയത്. അപ്പോൾ വേറെ റൂട്ടിലുള്ളവരൊക്കെ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയും ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ, അല്ലാതെ ഞങ്ങൾക്ക് തൃശ്ശൂരും കൊടകരയും ഒന്നും വന്നിട്ട് ചിലപ്പോൾ കാണാനൊന്നും പറ്റില്ല ഒരിക്കലും കണ്ണനെ. അപ്പോൾ ഒന്ന് വീഡിയോയിലൊന്ന് പറഞ്ഞോളോ, എന്നാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കും നമ്മളെ സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നാളെ മണ്ണാറശാലയിൽ അമ്മേനെ കാണാൻ പോവാം അല്ലേ കണ്ണ. നാളെ എന്ന് പറയുമ്പോൾ തലേദിവസം തന്നെ ആയിരിക്കും ഈ ഒരു വീഡിയോ വരിക, ശനിയാഴ്ച 29-ാം തീയതി കേട്ടോ അല്ല കണ്ണ. കണ്ണനപ്പോൾ അവിടെ ഒരു വഴിപാടുണ്ട് കേട്ടോ, പക്ഷെ അതിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ട് കുറച്ച് ഒരു 3 വർഷം 4-ാമത്തെ വർഷത്തിലാണ് കണ്ണൻ ഉണ്ടായത്. 3 വർഷമായപ്പോൾ പ്രഗ്നൻ്റ് ആയി, 4-ാമത്തെ വർഷത്തിലാണ് കണ്ണൻ ഉണ്ടായത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു മണ്ണാറശാലയിൽ. അപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ മുന്നേക്ക് 1 വർഷമൊക്കെ തന്നെ മുൻപ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അടുത്ത അമ്മേനെ കണ്ടപ്പോൾ ഒരു ഭസ്മൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചോളോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളക്ക് വെച്ചിട്ടൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് ഉറങ്ങാൻ കല്യാണിനെ കൊണ്ടുവരേണ്ട സമയമായിട്ട് 3 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തൊന്നുമല്ല, അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് പ്രഗ്നൻ്റൊക്കെ ആയത്. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നാൾ ഞാൻ ആ അനുഭവം പറഞ്ഞ ആ ഒരു ഇതിൽ അന്ന് പോയപ്പോൾ ഇതുപോലെ ഞങ്ങൾ അമ്മേനെ കണ്ടു. അമ്മേനെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഉരുളി കമത്തിട്ടൊക്കെയാണോ ഉണ്ടായെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഉരുളി കമത്തിട്ടൊന്നും അല്ല ഉണ്ടായത്, ഇവിടുത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭസ്മം തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വഴിപാടുണ്ട്, തൊട്ടിലാട്ടുന്ന അങ്ങനെ പറയാറുണ്ട്, തൊട്ടിലാട്ടാന്ന് പറയാന്ന്. അപ്പോൾ അന്ന് അതിനെത്ര 2000 രൂപ അങ്ങാണ്ട പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു പിന്നെ വരുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് പോന്നു. അപ്പോൾ നാളെ പറ്റുകയാണെങ്കിൽ, ഉറപ്പൊന്നുമില്ല, പറ്റുകയാണെങ്കിൽ അതും കൂടെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഉറപ്പൊന്നുമില്ല കേട്ടോ, ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം എന്നുണ്ട് കണ്ണൻ്റെ പേരിൽ. അതവിടെ അങ്ങനെ കെടുക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ദോഷങ്ങൾ നമുക്ക് വരില്ലേ ചിലപ്പോൾ അല്ലേ കണ്ണാ. തൊട്ടിലാടുമോ നീ പോയിട്ട്? തൊട്ടിലാടുമോ? നാഗദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക്. നാഗദൈവം എന്ന് പറഞ്ഞാൽ എന്താ? നാഗദൈവം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്നിട്ടാ അങ്ങനെ നിൽക്കും. പാമ്പാണ്, പാമ്പ് സർപ്പം.
അപ്പോൾ ഞങ്ങൾക്ക് വയ്യെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ കാലത്ത് പോയിട്ട് ഉച്ചയായി വന്നപ്പോൾ പിന്നെ കടലിൽ ചോറ് കൊടുക്കലും പിന്നെ വൈകിട്ടത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കലും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പോകണം. അപ്പോൾ അതിപ്പോൾ 3 മണി ആവാറായി. എനിക്കറിയില്ലായിരുന്നു. ഞാൻ അല്ലെങ്കിൽ കടനാട് ഇരുത്തിയിട്ടൊക്കെ കുറച്ച് ലെങ്തി ആക്കിയിട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വീഡിയോ എടുക്കണമെന്ന് കരുതിയതാണ്. അതിപ്പോൾ അതിനൊക്കെ നിന്ന് കഴിഞ്ഞാലേ സമയം ഒരുപാട് വൈകി. ഇപ്പം തന്നെ കല്യാണിനെ കൊണ്ടുവരേണ്ട സമയമായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. നമുക്ക് അച്ഛനും മമ്മിക്കൊക്കെ ഡ്രസ്സൊക്കെ കൊടുക്കാൻ പോകുന്നതൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കാം കേട്ടോ. അല്ലേ ഏണ്ണ? അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ മണ്ണാറശ്ശേരിയിൽ പോണ കാര്യം നമ്മുടെ ഫോട്ടോ കാണിച്ചു തരാനും ഒക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത്. അല്ലേ നബിയെ? ഇടി ഫോട്ടോ. അതേ കണ്ണൻ്റെ ഫോട്ടോ. കണ്ണന് ഭയങ്കര ഇഷ്ടമായിട്ടാ ഫോട്ടോ. അപ്പോൾ ചെറുപ്പത്തിൽ മുതൽക്ക് അവൻ്റെ എല്ലാ അതുകളും ഞാനിങ്ങനെ ഒന്നാമത്തെ പിറന്നാളിൻ്റെ, രണ്ടാമത്തെ പിറന്നാളിൻ്റെ, അങ്ങനെ എല്ലാ പിറന്നാളിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫോട്ടോ എന്ന് പറയുന്നത് അവന് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അവൻ്റെ ഫോട്ടോ തന്നെ അവന് കാണാനൊക്കെ. ഹായ്, അവസാനിപ്പിക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനബിൾ ചെയ്തിടുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ബൈ പറഞ്ഞേ കണ്ണ. ബൈ ബൈ പറഞ്ഞേ. ബൈ പറഞ്ഞേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ ബൈ. ഇവിടെ എത്തിക്കൈ. ഇനി ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. ബൈ 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 എന്ന് പറഞ്ഞിട്ട്. അല്ലേടാ?